റോഡ് പണിയുടെ ഭാഗമായുള്ള പാലം പണിയുടെ സമാന്തര പാതകൾ തകർന്നു. ചെമ്പന്തൊട്ടിയിലും കൊക്കായിലുമാണ് റോഡുകൾ ശക്തമായ മഴയിൽ ഒലിച്ചുപോയത്. കിംഫി ഫണ്ടിൽ നിർമ്മാണം നടക്കുന്ന റോഡാണ് ചെമ്പന്തൊട്ടി നടുവിൽ ശ്രീകണ്ഠപുരം റോഡ്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. സമാന്തര പാതകൾ തകർന്നു. വഴിമുട്ടി ചെമ്പന്തൊട്ടി കൊക്കായി പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു. കനത്ത മഴയിൽ കാലവർഷം കലിതുള്ളിയതോടെ ശ്രീകണ്ഠപുരം ചെമ്പന്തൊട്ടി നടുവിൽ റോഡിലെ സമാന്തര പാതകൾ ഒലിച്ചുപോയി. ഒരു പാതയിലെ 2 പാലങ്ങളുടെ അപ്രോച്ച് റോഡ് ഇല്ലാതായതോടെ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണ് ചെമ്പന്തൊട്ടി ഗ്രാമം. സംസ്ഥാന സർക്കാർ കിംഫി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെമ്പന്തൊട്ടി നടുവിൽ റൂട്ടിലെ കൊക്കായി പാലത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി നിർമ്മിച്ച സമാന്തര പാതയും ശ്രീകണ്ഠപുരം ചെമ്പന്തൊട്ടി റൂട്ടിലെ ചെമ്പന്തൊട്ടി പാലത്തിന്റെ സമാന്തര പാതയുമാണ് പെരുമഴയിൽ ഒലിച്ചുപോയത്. ഇന്നലെ വൈകുന്നേരം 6 മണിയോടെയാണ് സംഭവം. ഗ്രാമങ്ങളെ തന്നെ ഒറ്റപ്പെടുത്തിയ ദുരന്തമാണ് ഇത്. കൊക്കായി പാലങ്ങളുടെ നിർമ്മാണം തുടക്കം മുതൽ ഇഴഞ്ഞാണ് എന്ന ആരോപണം ശക്തമാണ്. ഇതിനെതിരെ പ്രദേശത്തുകാരുടെ സമൂഹ മാധ്യമ കൂട്ടായ്മയിൽ കനത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. പാലം നിർമ്മാണത്തിനായി താൽക്കാലിക സംവിധാനമൊരുക്കിയ അപ്രോച്ച് റോഡ് മഴക്കാലം വെള്ളം പോകാനുള്ള സംവിധാനമില്ലാതെ വെള്ളത്തെ തടഞ്ഞു നിർത്തിയ രീതിയിലുള്ള നിർമ്മാണത്തെ നാട്ടുകാർ പരിഹസിക്കുകയാണ്. ചെമ്പന്തൊട്ടി നടുവിൽ വാഹനയാത്ര ബലികേറ മലയായി മാറുമ്പോഴും ബദൽ നടപടികളും ജനപ്രതിനിധികളിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്ന പ്രതിഷേധവും ഉയരുകയാണ്. കൊക്കായി പാലം പണിയിൽ കിംഫിയുടെയും ജനപ്രതിനിധികളുടെയും കടുത്ത അനാസ്ഥയാണ് എന്നാണ് ആം ആദ്മി പാർട്ടി കിസാൻ വിങ് ജില്ലാ പ്രസിഡന്റ് തോമസ് കുര്യൻ ആരോപിക്കുന്നത്. ചെമ്പന്തൊട്ടി പള്ളം പാലത്തിന്റെ പണി തുടങ്ങിയത് ജനുവരി മാസം ആദ്യത്തിലാണ്. 10 ദിവസം മുമ്പ് ഇതിന്റെ കോൺക്രീറ്റ് പ്രവൃത്തികൾ രാത്രിയിൽ പൂർത്തീകരിച്ചത്. അതുപോലെ കൊക്കായി പാലം 2 മാസം മുമ്പ് പൊളിച്ചിട്ടതാണ്. പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള സമയം ഉണ്ടായിട്ടും കരാറുകാരൻ അത് ചെയ്തില്ല. ഒരു പ്രവൃത്തിയും അവിടെ നടന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. മഴക്കാലം തുടങ്ങി 2 ദിവസം കൊണ്ട് വെള്ളം നിറയുകയും അപ്രോച്ച് റോഡുകൾ പൊട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ കൊക്കായി പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് കരാറുകാരൻ തന്നെ പൊളിച്ചു വിട്ടു. പള്ളം പാലത്തിലാണെങ്കിൽ വെള്ളം വന്ന് കുത്തിയൊലിച്ച് അപ്രോച്ച് റോഡ് പോവുകയും ചെയ്തു. ഇപ്പോൾ ചെമ്പന്തൊട്ടിയിലെ നാട്ടുകാർ ശ്രീകണ്ഠപുരത്തേക്ക് പോകാനോ നടുവിലേക്ക് പോകാനോ അവിടെ നിന്നുള്ളവർക്ക് ഇങ്ങോട്ട് വരാനോ കഴിയാത്ത വിധം വലിയ ഒരു കെണിയിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കിംഫിയുടെ ഉദ്യോഗസ്ഥന്മാർക്കാണ്. ഈ റോഡിൽ ശ്രീകണ്ഠപുരം ചെമ്പന്തൊട്ടി നടുവിൽ റോഡിൽ അശാസ്ത്രീയമായി നടക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പോഴൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാർ കരാറുകാരന് വേണ്ടി നിസ്സംഗത പാലിച്ച് നിർത്തുകയാണ് ചെയ്തത്. ഇവിടെ ഒരു റോഡ് കമ്മിറ്റി ഉണ്ട്. ഈ റോഡ് കമ്മിറ്റി MLA രക്ഷാധികാരിയും ചെയർപേഴ്സൺ രക്ഷാധികാരിയും ഒക്കെ ആയിട്ടുള്ളതാണ്. ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ കരാറുകാരൻ്റെ ഇഷ്ടത്തിനൊത്ത് തുള്ളുകയാണ് ചെയ്തത്. MLA അടക്കമുള്ള ആളുകൾ കരാറുകാരൻ എന്ത് പറയുന്നു അത് തന്നെ വേദവാക്യമെന്ന നിലയിലാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് ഈ റോഡിൽ ഇതുപോലെയുള്ള അശാസ്ത്രീയ പ്രവർത്തനങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയത്. ഇതിന് പ്രധാനപ്പെട്ടൊരു കാരണം MLAയുടെ ഭാഗത്തുനിന്ന് കമ്മിറ്റിക്കാരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള ഇടപെടലും ഉണ്ടാകാതെ അവരിതിന് കരാറുകാരൻ്റെ ഇഷ്ടത്തിനൊത്ത് തുള്ളിക്കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കൊക്കായി പാലം പൂർത്തീകരിക്കാൻ പറ്റാതെ പോയതും പള്ളം പാലം പൂർത്തീകരിച്ചെങ്കിലും അതുവഴി ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായത്. MLAയുടെയും ചെയർപേഴ്സൻ്റെയും നടുവിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും തെറ്റായ നിലപാടുകളും സമീപനങ്ങളുമാണ് ഈ ചെമ്പന്തൊട്ടിക്കാർക്ക് ഇത്രയും വലിയ യാത്രാ ദുരിതം ഉണ്ടാക്കി വെച്ചത്. ശക്തമായ പ്രതിഷേധം ആം ആദ്മി പാർട്ടി രേഖപ്പെടുത്തുകയാണ്.